ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് മീനൊന്നും ഇല്ലാത്ത സമയത്ത് നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് രാവിലെ ലഞ്ച് ബോക്സിലൊക്കെ കുട്ടിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന, ഇനി വഴുതനങ്ങയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ കൂടിയും കഴിച്ചു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ഒന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. കുറച്ച് സമയം വെച്ചാൽ മതി കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് അത് കുതിർന്ന് വന്നോളും. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് കിട്ടട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആയിട്ട് നമ്മൾ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് എണ്ണ മാത്രം മതിയാവും നമുക്ക് ഈ റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണേ. അപ്പോൾ ഇതാ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മളതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1-2 പച്ചമുളക്, നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് കളർ മാറ്റിയെടുക്കണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വഴുതനങ്ങ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം സൈസുള്ള 3 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അധികം വലുപ്പത്തിൽ വേണ്ട, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതിയേ. അപ്പോൾ ഇപ്പോൾ ഇതാ സവാളയും പച്ചമുളകൊക്കെ ഒരുവിധം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ രീതിക്ക് ആയി കിട്ടാൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് അതിലേക്ക് വഴുതനങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് ഈ ഒരു വലുപ്പത്തിൽ മതിയാവേ. അപ്പോൾ അതൊന്നും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ വഴുതനങ്ങയുടെ കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറൊന്ന് മുരിഞ്ഞ് വരുമല്ലോ, ആ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നാലാട്ടോ പെട്ടെന്ന് ഇതിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു വഴുതനങ്ങ കറി എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എന്നാൽ ടേസ്റ്റിനാണെങ്കിൽ ഒരു കുറവുമില്ല. നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പോലും ഒരു മടിയില്ലാതെ അങ്ങ് കഴിച്ചോളൂ കേട്ടോ. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിയുടെയും ദോശയുടെയും ചോറിനൊക്കെ കൂടിയാണെങ്കിൽ അവരത് മൊത്തത്തിൽ അങ്ങ് കഴിച്ച് കാലാക്കിയിട്ട് അങ്ങ് കൊണ്ടുത്തരേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളിത് ആ വഴുതനങ്ങയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കളർ അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് കളർ മാറി ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ 2 മീഡിയം സൈസുള്ള തക്കാളി ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി ആകുമ്പം നല്ല ടേസ്റ്റ് ആട്ടോ കറിക്കുണ്ടാകാൻ. അപ്പോൾ നമ്മളിത് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മളെ പുളിവെള്ളം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പുളി നന്നായിട്ട് കൈവച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം നമ്മളിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ 1 കപ്പ് വെള്ളത്തിലാണ് പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കൂടുതൽ നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാട്ടോ നമ്മളിപ്പം ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടുതൽ നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കാം കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത തന്നെ നമ്മൾ ഒരുപാട് മസാലയൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇനി മസാല ഒന്നും ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് കറിക്ക് ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഈ ഒരു പൊടി തന്നെ ചേർത്താൽ മതി, നല്ല ടേസ്റ്റ് ആട്ടോ കറി ഉണ്ടാകാൻ. അപ്പോൾ നന്നായിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിള തുടങ്ങിയ സമയത്ത് നമ്മളിതാ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇത് കുക്കായിട്ട് വറ്റി വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിതാ 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കുറച്ച് ചാറോട് കൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ കുറച്ച് വെള്ളം അധികം ഒഴിച്ചെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പായിട്ട് അങ്ങ് ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളി നല്ല വറ്റി കുറുകിയിട്ടുള്ള വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അതിലേക്ക് നമ്മളിതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും നമ്മളെ വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.